ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CS ലേണിംഗ് ഹബ്. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ എന്താണ് പേജിംഗ് എന്ന് കണ്ടു, പേജ് ഫോൾട്ട് എന്താണെന്ന് കണ്ടു, വെർച്വൽ മെമ്മറി കണ്ടു, ദെൻ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സെഗ്മെൻറ്റേഷൻ. ലൈക്ക് പേജിംഗ്, സെഗ്മെൻറ്റേഷൻ ഈസ് അനദർ നോൺ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്ക്. പേജിങ്ങിൻ്റെ പോലെ തന്നെയാണ് സെഗ്മെൻറ്റേഷനും. പേജിങ്ങിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സെഗ്മെൻറ്റേഷനിൽ പ്രോസസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പേജിങ്ങിൽ നമ്മൾ പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദി പേജിങ് ആൻഡ് ദ സെഗ്മെൻറ്റേഷൻ? നമുക്ക് നോക്കാം എന്താണ് പേജിങ്ങും സെഗ്മെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, പേജിങ്ങിൽ നമ്മളൊരു പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യണത് അല്ലേ. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോഗ്രാമാണ് അല്ലേ. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, ഡാറ്റ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും പ്രോഗ്രാമിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസിഡർ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാതെ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കിടക്കുന്നത് F1 F2 എന്ന് പറഞ്ഞാൽ 2 ഫ്രെയിംസിലും കൂടിയിട്ടാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം F1 ഫെച്ച് ചെയ്യണം, ദെൻ F2 ഫെച്ച് ചെയ്യണം അല്ലേ. നമുക്ക് ഒരുമിച്ച് ഒരു ഫംഗ്ഷനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് പറയുന്നത്, നമ്മളൊരു പ്രോഗ്രാമിൻ്റെ ഇൻറ്റേർണൽ വർക്കിങ്ങിനെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, ജസ്റ്റ് പേജസ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, പക്ഷേ സെഗ്മെൻറ്റേഷനിൽ അങ്ങനെയല്ല. സെഗ്മെൻറ്റേഷനിൽ ഓരോരോ മൊഡ്യൂൾസിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എപ്പോഴും സെഗ്മെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത് യൂസർ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും. ഓക്കെ, അതായത് ഫിഗർ നോക്കിയേ, സെഗ്മെൻറ്റേഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ S0 ആയിട്ട് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ അഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ S1 എന്ന് പറഞ്ഞ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ അഡീഷൻ എന്ന് പറയുമ്പോൾ അതായത് ഫുൾ ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നത് S1 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലായിരിക്കും. സബ്സ്ട്രാക്ഷൻ്റെ ഫുൾ ഫംഗ്ഷനാലിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നത് S2 എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പേജിങ്ങിൽ ഫിക്സഡ് സൈസ് പേജസ് ആണെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് വാരിയബിൾ സൈസ് പാർട്ടീഷനിങ് സ്കീമാണ്. പ്രൈമറി മെമ്മറിയിലുള്ള ഓരോ സെഗ്മെൻറ്റിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ്. പേജിങ്ങിൽ എപ്പോഴും ഫിക്സഡ് സൈസ് പേജസ് ആണെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റേഷനിൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ അഡ്രസ് ട്രാൻസ്ലേഷൻ. അപ്പോൾ CPU ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ CPU ഫസ്റ്റ് ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യും അല്ലേ. ദെൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ആ ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ നിന്ന് ആ പെർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ ഫെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ പേജിങ്ങിലെ പോലെ തന്നെ ഇവിടെ ഓരോ പ്രോസസ്സിനും ഇൻഡിപെൻഡൻ്റ് ആയുള്ള സെഗ്മെൻറ്റ് ടേബിൾ ഉണ്ടായിരിക്കും. ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് സെഗ്മെൻറ്റ് ടേബിൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും 2 ഫീൽഡാണുള്ളത്. ഒന്ന് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ്, ദെൻ സെഗ്മെൻറ്റിൻ്റെ സൈസ്. എന്തിനാണ് നമ്മൾ സൈസ് ഫീൽഡ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓരോ സെഗ്മെൻറ്റിൻ്റെയും സൈസ് ഡിഫർ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സെഗ്മെൻറ്റ് ടേബിളിൽ സെഗ്മെൻറ്റിൻ്റെ സൈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്കിംഗ് നമുക്ക് നോക്കാം. അപ്പോൾ CPUവിന് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിനെ ഫെച്ച് ചെയ്യണം. അപ്പോൾ സെഗ്മെൻറ്റ് 1, സപ്പോസ് സെഗ്മെൻറ്റ് 1നെ ഫെച്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. ദെൻ CPU ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യും. ലോജിക്കൽ അഡ്രസ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, സെഗ്മെൻറ്റിൻ്റെ നമ്പർ, അതായത് സെഗ്മെൻറ്റിൻ്റെ നമ്പറും ദെൻ അതിൻ്റെ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എത്ര നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം എന്നുള്ളതാണ് ഓഫ്സെറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് അല്ലേ. ഓഫ്സെറ്റും പാസ് ചെയ്യും. ഇപ്പോൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ 300 ആണെന്ന് വിചാരിക്കുക. ദെൻ CPU എന്ത് ചെയ്യും, പേജ് ടേബിളിൽ റെഫർ ചെയ്യും അല്ലേ. സെഗ്മെൻറ്റ് 1ൽ ഇവിടെ ഔട്ട്സൈഡ് കാണിച്ചിരിക്കുന്നത് സെഗ്മെൻറ്റ്സിൻ്റെ നമ്പറാണ്. അതിൽ സെഗ്മെൻറ്റ് 1ൽ പോയിട്ട് നോക്കുമ്പോൾ ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. ദെൻ അതിൻ്റെ സൈസ്, സെഗ്മെൻറ്റ് 1ൻ്റെ സൈസ് 200 ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ സെഗ്മെൻറ്റ് 1 സ്റ്റോർ ചെയ്തേക്കുന്നത് 1000 ആണ് ബേസ് അഡ്രസ്സ്. 1000ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1200 വരെയുള്ള ലൊക്കേഷനിലാണ് സെഗ്മെൻറ്റ് 1 സ്റ്റോർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള
പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് മെയിനായിട്ടും 2 കേസസ് ആണുള്ളത്. ഇവിടെ ഓഫ്സെറ്റിൻ്റെ വാല്യൂ, അതായത് CPU ജനറേറ്റ് ചെയ്യുന്ന ഓഫ്സെറ്റിൻ്റെ വാല്യൂ ലെസ് ദാൻ ലിമിറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെഗ്മെൻറ്റിൻ്റെ സൈസ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഓഫ്സെറ്റിൻ്റെ വാല്യൂ നമ്മളോട് എന്താ പറഞ്ഞത്? 300 ആണ് പറഞ്ഞത്. 300 ലെസ് ദാൻ 200 ആണോന്ന് ചെക്ക് ചെയ്യും. 300 ലെസ് ദാൻ 200 ആണോ? കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലേ? കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ട്രാപ്പ് ജനറേറ്റ് ചെയ്യും. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യും. ദെൻ അത് ഇൻവാലിഡ് അഡ്രസ്സ് ആണ് അല്ലേ? കാരണം എന്താ? നമ്മുടെ സെഗ്മെൻറ്റ് 1 എന്ന് പറഞ്ഞത് സ്റ്റോർ ചെയ്തേക്കുന്നത് 1200 വരെയുള്ളൂ. ഇപ്പോൾ ഓഫ്സെറ്റ് 300 എന്ന് പറയുമ്പോൾ 1000 + 300 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1300 എന്നാണ് വരിക. അങ്ങനെ ഒരു 1300 സെഗ്മെൻറ്റ് 1 സ്റ്റോർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻവാലിഡ് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ 100 ആണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് 100 ആകുമ്പോൾ എന്ത് ചെയ്യും? 100 ലെസ് ദാൻ ലിമിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് 100 ലെസ് ദാൻ 200 ആണോ? അതെ, വാലിഡ് റിക്വസ്റ്റ് ആണ് അല്ലേ? വാലിഡ് റിക്വസ്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും? സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് അതിൻ്റെ ബേസ് അഡ്രസ്സായിട്ട് ആഡ് ചെയ്യും. അതായത് 1000 + 100 എന്ന് പറയുമ്പോൾ 1100 അല്ലേ? 1100 ലൊക്കേഷനിലേക്ക് പോവും. അതുവരെയുള്ള ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് 1000 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 1100 വരെയുള്ള ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ട് CPU എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും 2 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന് കേസ് 1 എന്താ? സെഗ്മെൻറ്റ് ഓഫ്സെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ്. ഇങ്ങനെയാവുന്ന കേസിൽ എന്ത് ചെയ്യും? ട്രാപ്പ് ജനറേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് കേസ് എന്താ? സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് ലെസ് ദാൻ ലിമിറ്റ്. അങ്ങനെയുള്ള കേസിലാണ് വാലിഡ് റിക്വസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സെഗ്മെൻറ്റിൻ്റെ ഓഫ്സെറ്റ് ബേസ് അഡ്രസ് ആയിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് സെഗ്മെൻറ്റേഷനിലെ അഡ്രസ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓരോ സെഗ്മെൻറ്റിൻ്റെയും സൈസ് ഡിഫർ ആയിരിക്കും. പക്ഷേ നമ്മുടെ പേജിങ്ങിലാണെങ്കിൽ ഫിക്സഡ് സൈസ് പേജസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഓരോ സെഗ്മെൻറ്റിൻ്റെയും സൈസ് ഡിഫർ ആയിരിക്കും. ദെൻ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പേജിങ്ങിൽ പേജസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സെഗ്മെൻറ്റ്സ് ഓർ മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മൾ പ്രോസസ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. യൂസർ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും എപ്പോഴും സെഗ്മെൻറ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ഇൻറ്റേർണൽ ഡീറ്റെയിൽസ്, ഒരു പ്രോഗ്രാമിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാമിനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. പേജിങ്ങിലാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതൊന്നും നോക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഫിക്സഡ് സൈസ് പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പേജസിലായിട്ടായിരിക്കും എടുക്കുക. പക്ഷേ സെഗ്മെൻറ്റിലാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒറ്റ സെഗ്മെൻറ്റിലായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ.